റബീഇലേക്കുള്ള ഒരു സഫർ ദിവസം 5. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോടെ ഒരു വീട്ടിൽ നിറഞ്ഞ ബർക്കത്ത്. മക്കയിലെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നതിനായി ബനു സഅദ് ഗോത്രത്തിലെ സ്ത്രീകൾ മക്കയിലെത്തിയിരുന്നു. അവരിൽ ഒരാളായിരുന്നു ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. അത് ക്ഷാമത്തിൻ്റെ കാലമായിരുന്നു. ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ യാത്രാമൃഗം ക്ഷീണിച്ചിരുന്നു. സ്വന്തം കുഞ്ഞിന് പോലും മതിയായ പാൽ ലഭിച്ചിരുന്നില്ല. മക്കയിലെത്തിയപ്പോൾ ഓരോ സ്ത്രീയും ഒരു കുഞ്ഞിനെ വീതം സ്വീകരിച്ചു. പക്ഷേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനാഥനായിരുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ കുടുംബത്തിൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കില്ല എന്ന് കരുതി പലരും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു. അവസാനം മറ്റൊരു കുഞ്ഞിനെയും ലഭിക്കാതെ വന്നപ്പോൾ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വെറും കൈയോടെ മടങ്ങുന്നതിലും നല്ലത് ഈ അനാഥ കുഞ്ഞിനെ സ്വീകരിക്കലാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ കൈകളിലേക്ക് എത്തുകയാണ്. പിന്നീട് അവിടെ സംഭവിച്ചത് എന്തായിരുന്നു? ഹലീമ സഅദിയ ബീവിയുടെ മുലയിൽ പാൽ നിറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൃപ്തിയായി കുടിച്ചു. പിന്നീട് ഹലീമ ബീവിയുടെ സ്വന്തം കുഞ്ഞും തൃപ്തിയായി കുടിച്ചു. അവരുടെ ക്ഷീണിതനായ ഒട്ടകത്തിനും പാൽ നിറഞ്ഞു. രാത്രിയിൽ എല്ലാ ആളുകളുടെയും ഒട്ടകങ്ങളും എല്ലാം ക്ഷീണിച്ചപ്പോഴും ഹലീമ ബീവിയുടെ കുടുംബം സംതൃപ്തമായി കിടന്നുറങ്ങി. മറ്റുള്ളവരുടെ മൃഗങ്ങൾ ക്ഷീണിച്ചു നിൽക്കുമ്പോഴും ഹലീമ റളിയല്ലാഹു അൻഹയുടെ യാത്രാമൃഗം അതിവേഗം മുന്നേറി. അപ്പോൾ ഹലീമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പറഞ്ഞു, അള്ളാഹു ആണേ, നീ അനുഗ്രഹീതനായ ഒരു കുഞ്ഞിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ഈ സന്ദർഭങ്ങൾ സീറ ഗ്രന്ഥങ്ങളിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി അവലംബിച്ചത് സിഗറത്തു ഇബ്നു ഹിഷാമിൻ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടിയ സംഭവത്തിന്റെ വിവരണം എന്ന സ്ഥലവും അൽ ഇസാബ ഫി തമീസ് സ്വഹാബ എന്ന ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിലുമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. സീറ ഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്ന ഓരോ വിശദാംശവും ഓരോ നിലവാരത്തിലുള്ള ഹദീസല്ല. ഒരേ നിലവാരത്തിലുള്ള ഹദീസുകളിൽ നിന്നല്ല ഈ വിശദാംശങ്ങൾ മുഴുവൻ വന്നിട്ടുള്ളത്. അതിനാൽ തെളിവുള്ളതായി ചരിത്ര റിപ്പോർട്ടായുമാണ് അവതരിപ്പിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ലോകത്തിൻ്റെ കണ്ണിൽ ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹ ഒരു അനാഥ കുഞ്ഞിനെ സ്വീകരിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ ലോകങ്ങൾക്ക് കാരുണ്യമായി അയക്കപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്തുവാനുള്ള മഹാഭാഗ്യം ഹലീമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചു. ഇന്നത്തെ പാഠം, നമ്മുടെ കണ്ണുകൾ കാണുന്നത് ചിലപ്പോൾ ഒരു ഭാരമായിരിക്കും, ഒരു നഷ്ടമായിരിക്കും, ഒരു സാധാരണ അവസരമായിരിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബർക്കത്ത് നമുക്കറിയണമെന്നില്ല. ഹലീമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ അവിടെ വന്നത് ഒരു കുഞ്ഞ് മാത്രമായിരുന്നില്ല, ബറക്കത്തായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ വീടുകളിലും ഹൃദയങ്ങളിലും സുന്നത്തുകളിലൂടെയും സ്നേഹത്തിലൂടെയും സ്വീകരിക്കുമ്പോൾ അവിടെയും ബറക്കത്ത് ലഭിക്കും. ഇൻഷാ അല്ലാഹ് നാളെ മലക്കുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം പിളർത്തിയ സംഭവം എന്താണ് അതിൻ്റെ യഥാർത്ഥ റിവായത്ത് തുടങ്ങിയ വിഷയം, ഷഖ്ഖുസ്സദറിൻ്റെ അത്ഭുതകരമായ സംഭവം നമ്മൾ വിവരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.